ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്നാ പിന്നെ പറഞ്ഞേക്കട്ടെ, ഈ മാസം ലാസ്റ്റ് ആയിരിക്കും ഫംഗ്ഷൻ. എങ്ങനെയാ ശാന്തേ? ഞാൻ ഇന്ന് വരെ ഇങ്ങനെ ഒരു പരിപാടിയൊന്നും ചെയ്തിട്ടില്ല. ഇങ്ങനല്ല, ഒന്നും ചെയ്തിട്ടില്ല. ആ, ഇനി നിന്റെ തീരുമാനം എന്താ? നീ പപ്പിയെ കൊണ്ടുപോകുന്നുണ്ടോ? പപ്പിയെ കൊണ്ടുപോകണോ അമ്മേ? ഇല്ലെങ്കിൽ ഇന്ന് രോഹിത് അതിന്റെ പേരിലായിരിക്കും വഴക്ക് നടത്തുക. പപ്പി, പപ്പി മോളെ വാ, നമുക്ക് വീട്ടിൽ പോവാം. ശ്യാമേ, അവക്ക് അവിടെ നിൽക്കാൻ പേടിയാണെന്നല്ലേ പറയുന്നേ? പേടിച്ച് തന്നെ വളരട്ടെ, എന്നാലും ജീവിതം എന്താന്ന് കുട്ടികളും പഠിക്കും. മോളെ വന്നേ, നമുക്ക് പോവാം. വാ പോവാം. ഞാൻ അവിടേക്ക് വരുന്നില്ലമ്മേ, ഞാൻ ഇവിടെ നിന്നോളാം. സത്യയോടൊപ്പം സ്കൂളിൽ പൊക്കോളാം. വേണ്ട, അവിടെ നിന്റെ അച്ഛൻ നിന്നെ നോക്കിയിരിക്കുക. എനിക്ക് വയ്യ ഇതിന്റെ പേരിൽ ഇനി ചീത്ത കേൾക്കാനായിട്ട്. നീ വാ ഇങ്ങോട്ട്. ശ്യാമേ, ചേച്ചമ്മ പറ, ചേച്ചമ്മ എന്നെ കൊണ്ടുപോകില്ലെന്ന്. ഞാൻ ചേച്ചമ്മയുടെ കൂടെ ഇവിടെ നിന്നോളാം. എന്നെ പറഞ്ഞയക്കല്ലേ ചേച്ചമ്മ. ശ്യാമേ, ഇവള് കുഞ്ഞേച്ചി തടയരുത്. ഞാൻ ഇവളെ കൊണ്ടുപോവാ. ഇല്ലെങ്കിൽ ശരിയാവില്ല. പപ്പിയും കൊണ്ട് ചെന്നില്ലെങ്കിൽ രോഹിത് എങ്ങനെയാ പ്രവർത്തിക്കാന്ന് എനിക്ക് അറിയില്ല. പപ്പി വാ പോവാം. ചേച്ചമ്മ, ചേച്ചമ്മ അങ്ങോട്ട് കയറ. എന്നെ കൊണ്ടുപോകില്ലെന്ന് പറ ചേച്ചമ്മ. പപ്പി കൊണ്ടുപോലെന്ന് പറ അമ്മേ. പപ്പി കൊണ്ടുപോലെന്ന് ഒന്ന് പറ അമ്മ. ഞാൻ വരുന്നില്ല. കരയാതിരിക്കെ. അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവളുടെ കുഞ്ഞല്ലേ പപ്പി. പാവം പപ്പി അല്ലേ ശാരദാമ്മേ? വിഷ്ണുവേട്ടനെ പുറത്തു കൊണ്ടുവന്നേ നോക്കൂ. ഇനി മുന്നോട്ട് പോകണമെങ്കിൽ വിഷ്ണുവേട്ടൻ കൂടെ വേണം. രാഘവേട്ട, ഇത്തിരി കറി കൂടി ഒഴിക്കട്ടെ? അല്ലേ ഒഴി. എന്തു പറ്റി? കറി ഇഷ്ടപ്പെട്ടില്ലേ? പറയുന്നതിലൊരു ഇഷ്ടമില്ലല്ലോ. എന്തൊരു കുറവുണ്ട്? ഒരു കുറവുമില്ല. അല്ലെങ്കിലും രാഘവേട്ടനിപ്പോ ഒരു 100 കുറ്റം പറയാതെ ഒന്നും കഴിക്കില്ലല്ലോ. കേട്ടോ ശാന്തേ, കല്യാണം കഴിഞ്ഞ സമയത്തെ ഉപ്പില്ലാതെ വരെ ഞാൻ കറി വെച്ച് കൊടുത്തിട്ടുണ്ട്. അന്നൊക്കെ ഒരു കുറവും പറയാതെ ഇരുന്ന് കഴിച്ചു പോയിട്ട് ഞാൻ വന്ന് കഴിക്കാൻ നേരത്താ ഉപ്പിടാത്ത വിവരം ഞാൻ അറിയുന്ന തന്നെ. എന്നിട്ട് ഇപ്പൊ എന്ത് വെച്ചു കൊടുത്താലും ഒരു 100 കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു മനുഷ്യന്റെ ശരാശരി ആവശ്യം എന്താന്ന് പറയട്ടെ? താമസവും ഭക്ഷണവും. അതിൽ ഭക്ഷണത്തിന്റെ കാര്യം ഏറ്റവും അത്യാവശ്യം. പല കുടുംബങ്ങളിലുണ്ടാകുന്ന വഴക്കുകൾക്ക് പിന്നിലും ഈ ഭക്ഷണ പ്രശ്നം തന്നെ. കൈപുണ്യം അതൊന്നു വേറെ തന്നെ. അത് കൈവിട്ടു പോയാ എല്ലാം തീർന്നു. എന്ത് കൈവിട്ട് പോകുന്ന കാര്യാ അച്ഛനീ പറയണേ? ഭക്ഷണത്തിന്റെ കാര്യമാണേ. വായിക്ക് രുചിയായിട്ടുള്ള ഭക്ഷണത്തിന്റെ കാര്യ. അത് തന്നെയാ ഞാനും പറയാൻ വന്നത്. ഒരു ഈവന്റിന് ഭക്ഷണം കൊടുക്കാൻ പറ്റുമോ? 100-300 പേരൊക്കെ ഉണ്ടാവും. നല്ല രുചിയോടെ ഭക്ഷണം കൊടുത്താ അവരുടെ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നും നമുക്ക് വർക്ക് കിട്ടും. ഒരു ചെറിയ മിനി കാറ്ററിംഗ് യൂണിറ്റ് പോലെ നമുക്കത് കൊണ്ടുപോവുകയും ചെയ്യാം. അല്ല, അതൊക്കെ വലിയ വലിയ പരിപാടികളല്ലേ മോളെ? അതൊക്കെ ഇവരെ കൊണ്ട് കൂട്ടിയെ കൂടുവോ? ആ ശാരദയൊക്കെ ആണെങ്കിൽ ഭംഗിയായിട്ട് ചെയ്തേനെ. അതെന്താ, ഞങ്ങൾ ഉണ്ടാക്കുന്നൊന്നും ഭക്ഷണമല്ലേ? അതല്ല,
നൂറ് പറഞ്ഞു കേട്ടില്ലേ, വായ്ക്ക് രുചിയായിട്ട് വേണം കൊടുക്കാനെന്ന്. സത്യാമേ, കൊടുക്കാന്ന് പറ. ഞാനുണ്ടല്ലോ. ശാരദാമ്മ ചെയ്യുന്നത് പോലെ തന്നെ, അല്ലെങ്കിൽ അതിലും ടേസ്റ്റായിട്ട് നമുക്കിവിടെ ചെയ്യാന്നേ. എല്ലാവരും കൂടി ഒന്ന് ഉത്സാഹിച്ച് നിന്നാ മതി. അതിനൊക്കെ ഞാനും എന്റെ ഫ്രണ്ട്സും ഒക്കെ ഉണ്ടാവും. എന്നാ പിന്നെ ധൈര്യമായിട്ട് പറഞ്ഞ സത്യാമേ, ഭക്ഷണം നമുക്ക് നല്ല രുചിയോടെ തന്നെ കൊടുക്കാം. എന്നാ പിന്നെ പറഞ്ഞേക്കട്ടെ, ഈ മാസം ലാസ്റ്റ് ആയിരിക്കും ഫംഗ്ഷൻ. എങ്ങനെയാ ശാന്തേ? ഞാൻ ഇന്ന് വരെ ഇങ്ങനെ ഒരു പരിപാടിയൊന്നും ചെയ്തിട്ടില്ല. ഇങ്ങനെയൊന്നല്ല, ഒന്നും ചെയ്തിട്ടില്ല. ശാന്ത തന്നെ എല്ലാം നോക്കേണ്ടി വരും. നമുക്കിത് നടത്താം സത്യാമേ. ധൈര്യമായിട്ട് പറഞ്ഞു മോളെ. എന്നാ ശരി സത്യാമ്മേ, പാർട്ടിയുടെ അഡ്വാൻസും കൊണ്ട് വരാൻ പറയാം. ചിലപ്പോ എല്ലാം നല്ലതിനായിരിക്കും. ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്റെയും കൂടെ ആവശ്യമില്ലേ സത്യാമേ? നമുക്കിത് ചെയ്യാന്നേ. ഇത് മാത്രമല്ല, ചെറിയ ചെറിയ കല്യാണമൊക്കെ പിടിക്കാം. എല്ലാം ശാന്തയുടെ കയ്യിലാണേ. മാവ് കുഴച്ചു വെച്ചിട്ടുണ്ട്, ബാക്കിയൊക്കെ നാളെ ചെയ്യാം. ഇന്നല്പം നേരത്തെ ചെന്നില്ലെങ്കിൽ ആ റേഷൻ കട അടയ്ക്കും. ആ എന്നാ പൊയ്ക്കോ. ആ പൊന്നി പോട്ടെ. അയ്യോ, ഒരു കാര്യം മറന്നല്ലോ. ശേ, പോന്ന് ശാന്തേ. ആ അതെ. ശാന്തേ. ആ ശാന്തേ, ദാ ഇതിരിക്കട്ടെ, വെച്ചോ. നാളെ വൈകല്ലേ, നേരത്തെ തന്നെ എത്തണേ. ആ വരാം. എന്റെ ഭാമേ, ഏ? എത്ര നേരമായി ഇരിപ്പ് തുടങ്ങിയിട്ട്? വയറ് കത്തി കയറുക. എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ എന്താ? കഴിക്കാനോ? അല്ല, വലിച്ചെടുത്ത് കളയാൻ. ഭക്ഷണം ചോദിച്ചിട്ട് എത്ര നേരമായി? ഇപ്പത്തരാന്ന് പറയുന്നല്ലാതെ നീ എനിക്ക് എടുത്തു തരുന്നില്ലല്ലോ. എന്റെ രാഘവേട്ട എന്തൊക്കെയാ പറയുന്നേ? ഇപ്പൊ ഇരുന്ന് കഴിച്ചതൊക്കെ ആരാ കഴിച്ചെന്നാ? ഞാനാ? എപ്പോഴ്? പിന്നെ അല്ലാതെ ആരാ? ഞാനാണോ? ഞാൻ കഴിച്ചെന്നാ? കറി മോശമാണെന്നും പറഞ്ഞിരുന്ന് കഴിച്ചത് രാഘവേട്ടനല്ലാതെ പിന്നെ ആരാ? ഞാനാ? ഞാൻ കഴിച്ച?